തിരുവനന്തപുരത്ത് പ്രസവത്തെ തുടർന്ന് മരിച്ച ശിവപ്രിയയ്ക്ക് അണുബാധയുണ്ടായത് ആശുപത്രിയിൽ നിന്നുമല്ലെന്ന് പ്രാഥമിക നിഗമനം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ലേബർ റൂമിലും പ്രസവാനന്തര ശുശ്രൂഷ നൽകുന്ന ഇടങ്ങളിലും അണുബാധയുണ്ടാക്കുന്ന ബാക്ടീരിയകളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടില്ല. ഒരാഴ്ച മുൻപ് നടത്തിയ പരിശോധനയിലാണ് ഈ കണ്ടെത്തൽ. ഈ അന്വേഷണ റിപ്പോർട്ട് വിദഗ്ധ സമിതി ഇന്ന് സമർപ്പിക്കും. ശിവപ്രിയയുടെ ബന്ധുക്കളുടെയും ഡോക്ടർമാരുടെയും മൊഴി കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു. അതേസമയം റിപ്പോർട്ട് വന്നതിനു ശേഷം തുടർ നടപടികളെക്കുറിച്ച് ആലോചിക്കുമെന്ന് ശിവപ്രിയയുടെ ഭർത്താവ് മനു പ്രതികരിച്ചു. മെഡിക്കൽ കോളേജിൽ മരിച്ച ആർക്കാണ് നീതി ലഭിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു. അവസാനം ഡോക്ടർമാർക്ക് അനുകൂലമായാണ് എല്ലാ റിപ്പോർട്ടുകളും വരാറുള്ളത്. വീട്ടിൽ നിന്ന് അണുബാധ ഉണ്ടായെന്നാണ് ആശുപത്രിയിൽ എത്തിയപ്പോൾ പറഞ്ഞത്. മരണം നടന്നപ്പോഴും അതുതന്നെയാണ് പറഞ്ഞത്. ഇനിയും അങ്ങനെ തന്നെ പറയാനാണ് സാധ്യത. അന്വേഷണം നടത്തുന്നത് ഡോക്ടർമാർ തന്നെയല്ലേ? അവർ മറ്റ് ഡോക്ടർമാർക്ക് അനുകൂലമായല്ലേ റിപ്പോർട്ട് സമർപ്പിക്കൂ. കുഞ്ഞിന്റെ ആരോഗ്യനില പോലും ഇതുവരെ ആരും അന്വേഷിച്ചിട്ടില്ലെന്നും മനു പ്രതികരിച്ചു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് അണുബാധയെ തുടർന്ന് ശിവപ്രിയ മരിക്കുന്നത്. പ്രസവത്തിനു ശേഷം ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തിയ ശിവപ്രിയയ്ക്ക് 3 ദിവസത്തിനു ശേഷം ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു. തുടർന്ന് SITയിൽ വീണ്ടും അഡ്മിറ്റ് ചെയ്തെങ്കിലും ചികിത്സയിലിരിക്കെ ശിവപ്രിയ മരിക്കുകയും ചെയ്തു. പിന്നാലെ SIT ആശുപത്രിയിൽ നിന്നാണ് ശിവപ്രിയയ്ക്ക് അണുബാധ ഉണ്ടായതെന്ന് ആരോപിച്ചാണ് ബന്ധുക്കൾ രംഗത്തെത്തിയത്.